ഹലോ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പം ഇന്ന് നമ്മളൊരു വീഡിയോ ഇടാന്ന് കരുതി വന്നതാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയോ ജിത്തോട്ടാ? എന്താ ടോപ്പിക്? നമ്മളൊരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ഇട്ടത് ഓർമ്മയുണ്ടോ? ആ അന്ന് ഒത്തിരി പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ചോദിച്ച ആൾക്കാരുടെ ഡെലിവറി കഴിഞ്ഞാണോ അല്ലേ? അവരൊക്കെ ഡെലിവറി കഴിഞ്ഞ് കുട്ടിയായിട്ട് സുഖമായിട്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇനി ഡെലിവറി ആകാൻ പോകുന്ന ആൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും ഞങ്ങളുടെ എക്സ്പീരിയൻസും പിന്നെ പാക്കേജ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതോടെ ഫസ്റ്റ് നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ നമ്മൾ ഡെലിവറി എടുത്തേ? നമ്മൾ മസ്കറ്റിലുള്ള മസ്കറ്റ് റൂവിലെ ബദ്രസമ ഹോസ്പിറ്റലിലാണ് ഡെലിവറി എടുത്തത്. ഒത്തിരി പേര് ചോദിച്ചു എവിടെ ഡെലിവറി ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ. റൂവിലെ ബദ്രസമ ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് പോയിട്ട് അഡ്മിറ്റ് ആവുമായിരുന്നു. നമ്മൾ ഡെലിവറി സമയത്ത് പോയി അഡ്മിറ്റ് ആവുമായിരുന്നു. അതിന് മുൻപൊക്കെ നമ്മൾ കാണിച്ചത് എവിടെയായിരുന്നു? ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അതായത് ഒത്തിരി പേര് ചോദിച്ചിരുന്നു, പാക്കേജിനെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു. പാക്കേജ് ആണോ ഡെലിവറി മാത്രമായിട്ട് പോകുന്നതാണോ നല്ലതെന്നൊക്കെ ചോദിച്ചിരുന്നു. ഞങ്ങൾ പാക്കേജ് എടുത്തില്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. നമുക്കിവിടെ IP ഇല്ല, OP മാത്രമേ ഉള്ളൂ. സോ OP ഫെസിലിറ്റി മാത്രം ഉള്ളത് കൊണ്ട് ഡെലിവറി വരെയുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൽ ചെയ്തു. ഡെലിവറി മാത്രം ഹോസ്പിറ്റലിൽ പോയിട്ട് എടുത്തു. നിയറസ്റ്റ് പ്ലേസിലുള്ളവർക്ക് വേണമെങ്കിൽ തുടക്കം മുതൽ തന്നെ അവിടെ തന്നെ പാക്കേജ് ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഒത്തിരി ദൂരമുണ്ട് ഇവിടെ. ഞാൻ മസ്കറ്റിലേക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെ നിന്ന് ഏകദേശം 250 കിലോമീറ്റേഴ്സ് ഉണ്ട്. 250 മുകളിലുണ്ടെന്ന് തോന്നുന്നു. 260 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ നമുക്കൊരു എപ്പോഴും പോയി ചെക്ക് ചെയ്തിട്ട് വരണമെന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാക്കേജ് എടുത്തില്ല. നോർമൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഞാൻ ഇവിടെ ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെയും അത് കഴിഞ്ഞിട്ടുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ ഇബ്രിയിൽ ചെയ്തു. ഇബ്രി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഉള്ളത്. ഇവിടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡെലിവറി മാത്രം മസ്കറ്റ് പോയിട്ട് എടുത്തു. കാരണം ഈ 3 hours ഡിസ്റ്റൻസ് 3 hours ഉണ്ടാവും ട്രാവലിംഗ്. ഓക്കെ, നമ്മൾ പെയിന് വന്നിട്ടാണ് പോയി അഡ്മിറ്റ് ആയതും. ചെറിയൊരു പെയിൻ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉണ്ടായിരുന്നത്. ഇൻഡ്യൂസ് ചെയ്യേണ്ടി വന്നില്ലല്ലോ. ഫാൾസ് പെയിൻ ആയിരുന്നു. ഇൻഡ്യൂസ് ചെയ്തിട്ടായിരുന്നു ആയത്. ഇൻഡ്യൂസ് ചെയ്തല്ലേ? ഇൻഡ്യൂസ് ചെയ്തു. പിന്നെ അപ്പൊ പാക്കേജിന്റെ ഡീറ്റെയിൽസ് അതായിരുന്നു. നമുക്ക് അവിടെ ഏകദേശം എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടായിരുന്നു? ഒത്തിരി പേര് അത് ചോദിക്കുന്നുണ്ട്. എക്സ്പെൻസ് മെയിൻ അതെന്ന്. കാരണം നമ്മൾ പുറത്തുനിന്നുള്ളവരായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളത് കൺസിഡർ ചെയ്യും. നമ്മൾ അദ്ദേഹത്തിന്റെ ജീനയുടെ ഡെലിവറിക്ക് ഏകദേശം 250 റിയാലാണ് ഡെലിവറി ചാർജ് മാത്രം. എനിക്ക് തോന്നുന്നു ഇപ്പം അത് ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉറപ്പ് വരുത്തണം. അന്ന് വന്നത് 250 റിയാൽ ഡെലിവറി ചാർജും പിന്നെ കുട്ടിക്കൊരു ഏകദേശം ഒരു 40 to 50 റിയാലിനകത്ത് വന്നിരുന്നു. പിന്നെ ഫുഡ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചിരുന്നു. പേഷ്യൻസിനുള്ള ഫുഡ് ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു. ഇപ്പോൾ C-സെക്ഷൻ ആണെങ്കിൽ മേ ബി കുറച്ച് ദിവസം കൂടെ അവർ അഡ്മിറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ ഇപ്പൊ ഒരു ഡൗട്ട് ഉള്ളത് എന്താ വെച്ചാൽ, നമ്മൾ പാക്കേജ് എടുക്കുന്നതും അതായത് നമ്മളിപ്പോ നേരിട്ട് പോയിട്ട് ഇങ്ങനെ അഡ്മിറ്റ് ആവും നമ്മൾ എത്ര വലിയ ഡിഫറൻസ് വരുമോ? അടുത്ത മസ്കറ്റ് റീജിയനുള്ളവർക്കൊക്കെ ആണെങ്കിൽ പാക്കേജ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം എപ്പോഴും ഒരു ടെസ്റ്റ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും. നമ്മൾക്ക് ഈ പറഞ്ഞ ടെസ്റ്റ് ഇൻക്ലൂഡ് ആണെന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ അത് ബാലൻസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഡെലിവറിക്ക് പോകുന്നതാണ് ബെനിഫിറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ഡെലിവറിക്ക് പോയത്. അപ്പോൾ മസ്കറ്റ് റീജിയൻ ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ പാക്കേജ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെനിഫിറ്റ്. ഓക്കെ, പിന്നെ ഒന്ന് ചോദിക്കാനുള്ളത്, അവിടുത്തെ നമ്മളിപ്പോ ബേബിയുടെ വാക്സിനും എല്ലാ കാര്യങ്ങളും ആ പാക്കേജിൽ തന്നെ വരുന്നതായിരുന്നല്ലോ? ഇല്ല, ഞാൻ ആ സെക്കൻഡ് പറഞ്ഞ 50 റിയാലിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് ബേബിയുടെ ഫസ്റ്റ് വാക്സിൻ ഏതൊക്കെയായിരുന്നു? BCG ഉണ്ടായിരുന്നു, ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായിരുന്നു. പക്ഷെ BCG നമുക്ക് അവിടെ നിന്ന് എടുത്തില്ല, കാരണം സ്ലോട്ട് ഉണ്ടായില്ല. അതുകൊണ്ട് ഒരു ദിവസമല്ല അവർ ഡിസ്ചാർജ് ചെയ്ത് തന്നു. എന്നിട്ട് വേറെ ഒരു ദിവസം നമുക്കൊരു അപ്പോയിന്റ്മെന്റ് തന്നു. പക്ഷെ നമുക്ക് ഇവിടുന്ന് പോകാനുള്ള ബുദ്ധിമുട്ടും ന്യൂ ബോൺ ബേബി ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് BCG എടുത്തത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വാക്സിൻ ഫ്രീ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചോ? വാക്സിന്റെ ഡീറ്റെയിൽസ് അറിയണ്ട, അതുകൊണ്ട് ചോദിച്ചിരുന്നു. അതെ, കുറെ ബേബി വാക്സിനേഷന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാക്സിൻ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ ബൈ ബർത്തിൽ തന്നെ അവരെടുത്തു. പിന്നെ BCG ഇവിടെ വന്നിട്ട് എടുത്തു. അതും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് ജനിച്ച ദിവസം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എടുക്കുന്നതാണ് ഈ 2 വാക്സിനും. നമ്മളെ കൂടെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് ക്യാൻസൽ ബില്ല് ക്യാൻസൽ ചെയ്യിപ്പിച്ചില്ലായിരുന്നു. അതെ. പിന്നെ ഹൈ സിംഗോ
പിന്നെ വരുന്നത് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ബർത്ത് പിന്നെ 2 month 4 month 6 month അങ്ങനെയാണ് നമുക്ക് വരുന്നത്. പിന്നെ 6 month കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 12 monthsലാണ് ഇവിടെ വരുന്നത്. കൺമണി വന്നാൽ ഇദ്ദേഹത്തിന്റെ ഡെലിവറിയാണ് നമ്മൾ മസ്കറ്റിൽ എടുത്തത് കേട്ടാ. ഇയാളിപ്പോ നടക്കാറായി. സിംഗുന്റെ നാട്ടിലായിരുന്നു. അതെ, സിംഗുന്റെ നാട്ടിലായിരുന്നു. അനിയത്തി ഇവിടെയും ഏട്ടൻ നാട്ടിലും. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ ചോദിച്ചതിൽ ഇതൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്. എക്സ്പെൻസും ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും പാക്കേജിന്റെ കാര്യങ്ങളായിരുന്നു. പിന്നെ വാക്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ നാട്ടിൽ ദിവസം ചെറുതായിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. 2 മാസം 4 മാസം 6 പിന്നെ അത് കഴിഞ്ഞ് 12 monthsലാണ് നമുക്ക് ഇവിടുത്തെ വാക്സിൻ വരുന്നത്. പിന്നെ ഡെലിവറി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നാട്ടിലെയും ഇവിടത്തെയും വെച്ച് നോക്കുമ്പോൾ? എനിക്ക് പകൽ സമയം ആയതുകൊണ്ടും പിന്നെ നമുക്കൊരു നാട്ടിലത്തെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പുറത്തൊരു ഗൾഫിലാണ് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്താണ് ഡെലിവറി ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല. കാരണം ഒത്തിരി മലയാളി നഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ മലയാളി ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും നാട്ടിലത്തെ ഒരു ഡെലിവറി കഴിയുന്ന ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. സിസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ശരിക്കും നാട്ടില് നമ്മുടെ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ആ ഒരു ഫീൽ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല നല്ല സർവീസ് ആണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല സർവീസ് ആയിരുന്നു. എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു. അപ്പൊ ഇവിടെ പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ ഏട്ടൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സും എല്ലാവരും എനിക്കൊന്നും പറയണ്ട. രൂപാതി മാഡം രേഖ മാഡം ഒന്നും പറയാനൊന്നുമില്ല. അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് നോർമൽ ഡെലിവറി ആയതുകൊണ്ട് കൺമണി ഒരു ദിവസം നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൽ. നാട്ടിലത്തെ പോലെ നമുക്ക് 3 ദിവസം അങ്ങനെയൊന്നുമില്ല, ഒരൊറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ രാത്രി പുലർച്ചെ 1 o'clock ആകുമ്പോൾ പോയി അഡ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം 1 o'clock ആകുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് ആയി അല്ലേ? ഇല്ല, ഡെലിവറി കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ ഒരു ദിവസം കിട്ടുന്നത്. നമ്മൾ പോയ ദിവസം ഡെലിവറി ആയില്ല. 9:30 അല്ലേ? പിറ്റേ ദിവസം 9:30 ഡെലിവറി ആയത്. ഡെലിവറി ആവുമായിരുന്നെങ്കിൽ നമ്മൾക്ക് ആ ഒരൊറ്റ ദിവസം 24 hours തന്നെയായിരുന്നു. ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മൾ ഇതേപോലെ 24 hours കഴിഞ്ഞതും നമ്മൾ ഡിസ്ചാർജ് ആയി. ഹായ് സിംഗു, കൺമണിക്ക് ഹായ് പറ. കൺമണി സുഖാണോ ചോദിക്കും സിംഗു. സിംഗു ഹോസ്പിറ്റലിൽ പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ബേബിനെ ആദ്യം കണ്ടപ്പോ സിംഗുന് എങ്ങനെ തോന്നിയേ? സിംഗു ഗുഡ് ബോയ് ആണ്. സിംഗു ഫസ്റ്റ് ബേബിനെ കണ്ടപ്പോ എന്താ തോന്നിയേ? ബേബിനെ എങ്ങനെ കണ്ട സിംഗു? എവിടെന്നാ കണ്ട ബേബിനെ ആദ്യം? സിംഗുന് ഓർമ്മയുണ്ടാവത്തില്ല. ഓക്കെ, കൺമണി അങ്ങനെയായിരുന്നു. നമുക്ക് സർവീസ് ആണെങ്കിൽ നമ്മൾക്ക് നല്ലൊരു ഹോസ്പിറ്റാലിറ്റി നല്ല അടിപൊളിയായിരുന്നു. എന്റെ ഒരു അഭിപ്രായത്തില് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് തരക്കേടില്ലാത്തൊരു സാലറി ഉണ്ട്. ഹ്യൂജ് ആയിട്ടുള്ള സാലറി ഒന്നും വേണ്ട, ചെറിയൊരു സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ ഇവിടെ വന്നിട്ടാണ്. ഇപ്പൊ വൈഫ് ഇവിടെ ഉണ്ട്, എല്ലാ ജോലി ചെയ്യണം, ഇവിടെ തന്നെ ഡെലിവറി നോക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ റേറ്റ് കൊണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാക്കില്ല. പിന്നെ ഇപ്പൊ സംസാരിക്കട്ടെ കൺമണിക്കുട്ടി. അപ്പോൾ എക്സ്പെൻസ് വെച്ച് നോക്കുന്ന സമയത്ത് വലിയ വേരിയേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ അതിന്റെ ഒരു പ്രിപ്പറേഷനിലായിരുന്നു. ആദ്യത്തെ നമ്മൾ ഇദ്ദേഹത്തിന് ഫസ്റ്റ് കൺഫേം ആയത് മുതൽ നമ്മളൊരു സേവിങ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അതിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് വലിയൊരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്റെ മാനേജ്മെന്റ് സൈഡിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഡോക്ടേഴ്സും ഇവിടുത്തെ നമ്മൾ ക്ലിനിക്കല്ല, ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങളും അവരുടെ സപ്പോർട്ടും ഡോക്ടേഴ്സിന്റെ സപ്പോർട്ടും സിസ്റ്റർമാരുടെ സപ്പോർട്ടും എല്ലാം വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഡെലിവറി നോക്കിയത് കേട്ടോ. പിന്നെ നമുക്കൊരു പേടി ഉണ്ടാവുന്നത് ഡിസ്റ്റൻസിലായതുകൊണ്ട് തന്നെ നമുക്ക് പെയിന് വരുന്ന സമയത്ത് നമുക്ക് ആ ടെൻഷൻസ് ഉണ്ടാവും. കാരണം നമുക്ക് പെയിന് വന്നിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, നമുക്ക് കറക്റ്റ് ടൈമിന് എത്താൻ പറ്റുമോ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏട്ടന ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് വരെയും ചെക്കപ്പ് ചെയ്തത്. നമ്മൾ എല്ലാ വീക്കും അല്ലെങ്കിൽ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ നമ്മൾ 2 days 3 days കൂടുമ്പോൾ പോയി ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഇനി നമുക്ക് ചെറുതായിട്ട് മൈൽഡായിട്ട് ഒരു പെയിന് വരുന്നു എന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ റിസ്ക് എടുക്കണം. കാരണം 3 hours ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പോയി ആ ഒരു ചെറുതായിട്ടൊരു പെയിൻ വരുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് പോയായിരുന്നു. പിന്നെ അവിടെ പോയി പിന്നെ അത് ഫാൾസ് പെയിൻ ആയിരുന്നു. പിന്നെ പെയിന് വരാതെയായി. അവസാനം നമ്മൾ ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യം നമുക്ക് ഹോസ്പിറ്റലിൽ എനിക്കൊരു ഡിഫറൻസ് എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പൊ സിംഗുവിന്റെ സമയത്ത്
നമുക്ക് പെയിൻ വരുന്ന സമയത്ത് നമ്മൾ ലേബർ റൂമിലേക്ക് പോകും. അതുവരെ നമുക്ക് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ചിലപ്പോൾ നമുക്ക് അടുത്തുണ്ടാവും. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ പോയതും ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉള്ളിൽ കയറ്റി, പിന്നെ അതുകൊണ്ട് നമുക്കൊന്നും സംസാരിക്കാൻ ഒന്നും അറിഞ്ഞില്ല. പിന്നെ എനിക്ക് ആവുന്നത് 9:30 രാത്രി, നൈറ്റ് 9:30 ആകുമ്പോഴാണ് എനിക്ക് ഡെലിവറി ആവുന്നത്. അപ്പൊ അതുവരെ നമ്മൾ ഒറ്റയ്ക്കായിരുന്നു അതിനുള്ളിൽ. പക്ഷെ ഈ പറഞ്ഞ പോലെ മലയാളി നഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെയാണ്, അത്രയായിരുന്നു ഡീറ്റെയിൽസ്. പെയിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ? നമുക്ക് പെയിനെ കുറിച്ച് അറിയില്ല. നമുക്ക് ടെൻഷൻ ഉണ്ട് കേട്ടോ, പുറത്തേക്ക് നമ്മൾ പെയിൻ പിന്നെ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ പെയിൻ പപ്പി സിംഗ് കുറെ ടെൻഷൻ അടിച്ചു. പപ്പി സിംഗ് കുറെ ടെൻഷൻ അടിച്ചില്ലേ ബേബി വരാൻ വേണ്ടിട്ട്? പപ്പി സിംഗ് കുറെ ടെൻഷൻ അടിച്ചു അല്ലേ? എനിക്ക് ജിത്തോനോടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്ടായിരുന്നു. ഇപ്പൊ സിംഗുവിന്റെ സമയത്ത് ഡെലിവറി നാട്ടിലായിരുന്നതുകൊണ്ട് തന്നെ ഏട്ടൻ ഉണ്ടായിരുന്നില്ല, ഡെലിവറി സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ജസ്റ്റ് ഫോണിലൂടെയാണ് ബേബി വന്നു അങ്ങനെ അറിഞ്ഞത്. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല, ആ ടെൻഷനും ഉണ്ടായിരുന്നല്ലോ. അത് ഏതൊരു അച്ഛനും ടെൻഷൻ കാണും. എന്താ പറയാ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എത്ര പെയിൻ അനുഭവിക്കുന്നു അതിന് വേറൊരു വേർഷനാണ്. ആ ഒരു പെയിന്റെ വേറൊരു പെയിൻ വേർഷനാണ് എല്ലാ ഹസ്ബൻഡുമാരും ഇതാക്കുന്നത്. നമ്മൾ കൂടെ പോയി ആ ഫുൾ ടൈം ആ ഹോസ്പിറ്റൽ ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ കൺമണിയിലാണല്ലോ കിട്ടിയിരിക്കുന്നത്. സിംഗുവിൽ അങ്ങനെ ഇല്ല. സിംഗുവിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു? സിംഗുവിന്റെ സമയത്ത് ഇവിടെ ആയിരുന്നില്ല ഞാൻ. ഇവിടെ ആയിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു? ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ അതും ഇതേപോലെ ഒരു ദിവസം ഫുള്ള് വെയിറ്റ് ചെയ്തിട്ടാണല്ലോ. ശരീരം ഇവിടെ മനസ്സവിടെ. കൺമണിന്റെ പിന്നെ ശരീര മനസ്സൊക്കെ നമ്മൾ ഒമാനിൽ തന്നെയായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ശരിക്കും ഡെലിവറി വ്ളോഗ്, ഡെലിവറി എക്സ്പീരിയൻസിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ഇപ്പൊ സിംഗുവിന്റെയും കൺമണിയുടെയും രണ്ടാളുടെയും എങ്ങനെയായിരുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെ കുറിച്ച് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി, നമ്മൾ റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മൾ നെക്സ്റ്റ് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടൊക്കെ വരാം. അങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് കമ്പനി അമ്മ ഒന്ന് പറഞ്ഞോട്ടെ. പപ്പന്റെ ചുണ്ടിരി പെണ്ണോട്, പപ്പന്റെ ചുണ്ടിരി പെണ്ണ് ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആണല്ലേ. ബൈ ബൈ, സീ യു. സിംഗു ബൈ പറ. ബൈ, സീ യു ലേറ്റർ. അവിടെ നോക്കി കൊടുത്തേ. എല്ലാവരും ബൈ പറയുന്നു. ബൈ പറയൂ. ഫ്ലൈങ് കൊടുത്തേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.